ഓർക്കാട്ടേരി ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21 മുതൽ 27 വരെ ഓർക്കാട്ടേരി ചന്ത മൈതാനിയിൽ അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം 21-ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഓർക്കാട്ടേരി ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21 മുതൽ 27 വരെ ഓർക്കാട്ടേരി ചന്ത മൈതാനിയിൽ അഖിലേന്ത്യാ പുരുഷ വനിതാ വോളിബോൾ ടൂർണമെന്റ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം 21-ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചന്ത മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കസ്തൂരിക്കാട്ടിൽ കുഞ്ഞമ്മദ് ഹാജി ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കളിക്കാർ ഉൾപ്പെടെ 6 പുരുഷ ടീമുകളും 6 വനിതാ ടീമുകളും മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ടൂർണമെന്റ് ഓർക്കാട്ടേരി സംഘടിപ്പിച്ചു. ആ സീസണിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടന്ന ഏറ്റവും മികച്ച ടൂർണമെന്റുകളിൽ ഒന്നാണ് ഓർക്കാട്ടേരി 2023 നടന്ന ടൂർണമെന്റ്. ഇത്തവണത്തെ ടൂർണമെന്റും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. പുരുഷ വനിതാ വിഭാഗത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 ടീമുകൾ മാറ്റുരയ്ക്കുക. അതിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ കസ്റ്റംസ്, കേരള പോലീസ്, KSEB, BPCL തുടങ്ങിയ 6 ടീമാണ് മാറ്റുരയ്ക്കുന്നത്. വനിതാ വിഭാഗത്തിൽ CRPF രാജസ്ഥാൻ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കേരള പോലീസ്, KSEB, ഇൻകം ടാക്സ് ചെന്നൈ, അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി തുടങ്ങിയ 6 ടീമാണ് വനിതാ വിഭാഗത്തിൽ മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം 21-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ബഹുമാന്യനായ സ്പോർട്സ് വകുപ്പിന്റെ മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. മറ്റ് വിശിഷ്ടാതിഥികളായ നിരവധി ആളുകൾ എല്ലാ ദിവസങ്ങളിലും ഈ ടൂർണമെന്റിന്റെ സ്റ്റേഡിയത്തിൽ എത്തിച്ചു. ഒപ്പരം ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ സമൂഹത്തില് ഈ രോഗം കൊണ്ട് വലയുന്നവർക്കും അതുപോലെ രോഗാതുരമായൊരു സമൂഹത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഈ പറയുന്ന ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്, രണ്ടാമത്തത് നമുക്ക് ഈ സ്പോർട്സ് അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന വിനോദ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ലഹരി സാധനങ്ങൾക്കെതിരെയായിട്ട് അവരെ അതിലേക്ക് എത്തിക്കാതെ നമ്മൾ ഇത്തരം വിനോദ പരിപാടികൾ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഒരു ജ്വരം ഉണ്ടാക്കിയെടുത്ത് സ്പോർട്സിൻ്റെ ഒരു മേഖലയിലേക്ക് കുറേ യുവാക്കളെ കൊണ്ടുവരിക എന്നുള്ളത് ലക്ഷ്യം കൂടി അതിലുണ്ട്. അപ്പം ഈ 2 ലക്ഷ്യങ്ങളും, ഒന്ന് നമുക്കറിയാം ആരോഗ്യരംഗത്തെന്ന് പറയുമ്പം ഇന്ന് എല്ലാവരും നമുക്ക് നാട്ടിലറിയാം മാരക രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് പേര് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും, ഒരു വെൽനസ് സെൻ്ററും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യരംഗത്ത് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്ത്യൻ വോളിയുടെ ചരിത്ര മുഹൂർത്തങ്ങളും കടത്തനാടൻ വോളിയുടെ നാൾവഴികളും അനാവരണം ചെയ്യുന്ന വോളി എക്സിബിഷനും സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ സീസൺ ടിക്കറ്റ് വില 700 രൂപയും ഡെയിലി ടിക്കറ്റ് വില 150 രൂപയും സീസൺ ചെയർ ടിക്കറ്റ് 1000 രൂപയുമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുമ്മന സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിലോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്.
ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ